സർക്കാർ മാറിയിട്ടും സിസ്റ്റം ശരിയാകുന്നില്ലേ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ആശങ്കയും. ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി ഉയർന്നു. തിരുവനന്തപുരത്ത് നിന്നാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഈ പരാതി ഉയർന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായി എത്തിയയാളാണ് കുഴഞ്ഞുവീട് മരിച്ചത്. നെഞ്ചുവേദനയാണെന്ന് അറിയിച്ചിട്ടും ക്യൂവിൽ നിൽക്കാൻ നിർദ്ദേശിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ആശുപത്രിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതേസമയം ചികിത്സ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നത് സെക്യൂരിറ്റി പെട്ടെന്ന് ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ CCTV എല്ലാം ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായി അത് വേണ്ട രീതിയിലുള്ള നടപടി എടുക്കുമെന്ന് ഉള്ളതാണ്. നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ നിർദ്ദേശപ്രകാരം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ECG എടുക്കാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായോ ആശുപത്രിയിലേക്ക് വന്ന ശേഷം? ഞാൻ OP ടിക്കറ്റിൻ്റെ എടുത്ത സമയവും പിന്നെ ECG എടുത്ത സമയവും നോക്കി അത് ഒരു 3 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അത് എന്തായാലും CCTV ദൃശ്യങ്ങളെല്ലാം നോക്കിയിട്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയാൻ പറ്റും. ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. മാറ്റി നിർത്തണം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ അത് നിയമ നടപടി ഇനി തുടർന്ന് പോട്ടെ എന്നാണ്. കാരണം അതിൻ്റെ ആശുപത്രിയിൽ സ്വീകരിക്കാനുള്ള നടപടിക്രമം സ്വീകരിക്കുന്നുണ്ട്. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, നെഞ്ചുവേദനയായ രോഗിയോട് ക്യൂവിൽ തുടരാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. CCTV നോക്കൂ എന്ന് സൂപ്രണ്ടിന് പറയാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഉയർന്നുവരുന്ന പരാതി എന്താണ്? ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് ആശുപത്രിയിൽ സംഭവിച്ചത്? നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് നെഞ്ചുവേദനയുമായി ആശുപത്രിക്ക് സമീപത്ത് തന്നെ താമസിക്കുന്ന രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ എത്തുന്നു. ആശുപത്രിയിലേക്ക് എത്തി നെഞ്ചുവേദനയാണ് എന്ന് ഈ പറയുന്നു സെക്യൂരിറ്റിക്കാരനോട്. പക്ഷേ OP ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതിനുശേഷം പിന്നീട് ഈ OP ടിക്കറ്റ് എടുത്തതിന് ശേഷം കാര്യമായ കാലതാമസം ചികിത്സയിൽ ഉണ്ടായിട്ടില്ല. ഈ ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിക്കുന്നത് പോലെ അത്തരത്തിലൊരു കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് സമയത്തിനുള്ളിലാണ് അതിനുള്ളിൽ ECG എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിൽ വീണ്ടും സംഘർഷമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക്, ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. നേരത്തെ ആശുപത്രിക്ക് പുറത്തു വെച്ചും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ആശുപത്രിയിൽ തന്നെ ഒരു ജീവനക്കാരൻ, DYFIയുടെ പ്രവർത്തകനായ ഒരു ജീവനക്കാരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തു. തുടർന്നാണ് ആദ്യ സംഘർഷം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ ആശുപത്രിക്ക് പുറത്ത് റോഡിൽ ഉന്തും തള്ളുമാണ്. പോലീസ് ഇടപെടുന്നുണ്ട്. പോലീസ് ഇടപെട്ടവരെ പിടിച്ചുമാറ്റാനുള്ള ശ്രമം നടത്തുന്നു. നടുറോഡിൽ കിടന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത്. MLA എവിടെ എന്നുള്ളതാണ് DYFI പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം. MLA നിലവിൽ എന്തായാലും ആശുപത്രിയിലേക്ക് ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് ഇവിടേക്ക് ഇതുവരെയും ഇപ്പോൾ ഈ ആൾ മരിച്ച വിഷയത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ 52 വയസ്സുകാരനാണ്. ECG എടുത്തപ്പോൾ പോലും അവിടെ കിടത്തി ചികിത്സ നൽകിയില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുത്തി തന്നെയാണ് ചികിത്സ കൊടുത്തത്. എടുക്കാൻ തയ്യാറായ നിലപാടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിലും ഈ രേഖകളെല്ലാം അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സൂപ്രണ്ട് പറയുന്നത്. അങ്ങനെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാം എന്നൊരു നിലപാടിലേക്ക് അവർ മയപ്പെട്ടിട്ടുണ്ട്, ബന്ധുക്കൾ മയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതെ പറയുന്നുണ്ട് സൂപ്രണ്ടും. കാരണം ഇവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഈ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായത്. സെക്യൂരിറ്റി ജീവനക്കാരനോട് നെഞ്ചുവേദനയാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് ആ വേദനയുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് എത്തിയിരുന്നു. ഒരു പൊതുപ്രവർത്തകനും ഈ വന്ന ആളുടെ കൂടെ രാജേഷ് കുമാറിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഗുരുതരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് പോലും അകത്തേക്ക് നേരിട്ട് കയറ്റിവിടാനോ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി. ഈ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഇവരെ ആ ജീവനക്കാരനെ മാറ്റി നിർത്തും. താൽക്കാലിക ജീവനക്കാരനാണ്, ജീവനക്കാരനെ മാറ്റി നിർത്തും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൂപ്രണ്ട് എന്തായാലും മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രിക്ക് പുറത്തിപ്പോഴും ഈ യൂത്ത് കോൺഗ്രസ് അവരുടെ കൂടപ്പിറപ്പിന്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്ക് മാറ്റി നിർത്തും? സസ്പെൻഷൻ നടപടി ഉണ്ടാകും.
പക്ഷെ നഷ്ടമായതെന്തോ അത് ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിന്റെ പിഴവ് കൊണ്ട്, നമ്മുടെ ആശുപത്രിയിലെ പിഴവ് കൊണ്ടാണ് സംഭവിച്ചെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രതിഷേധം അത് വലിയ വാക്കുതർക്കത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. അത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ? അമലിലേക്ക് തിരികെ എത്താൻ നമുക്കൊരു പ്രതികരണം കേൾക്കാം. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം രോഗി ഒരു 100 മീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പം പുള്ളിയുടെ കൂടെ ഒരു പൊതുപ്രവർത്തകനാണ് വന്നത്. ഇവിടെ അത്യാവശ്യം അറിയാവുന്ന ഒരാൾ തന്നെ. പക്ഷെ വന്നിട്ട് പോലും പുള്ളി നെഞ്ചത്ത് കൈവച്ചാണ് വന്നത്. എന്നിട്ട് പോലും പുള്ളി അകത്തോട്ട് കയറ്റിവിട്ടില്ല മീൻസ് ഇവിടുത്തെ സെക്യൂരിറ്റി തടഞ്ഞു വെച്ച് ഈ OP ക്യൂവിൻ്റെ കൂടെ നിർത്തിയായിരുന്നു. ഒന്ന് അതിൽ അവിടെ തന്നെ ചികിത്സാ പിഴവ് വന്നാൽ തുടങ്ങിയത്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ ജനറൽ ആശുപത്രിയിൽ ഇത്രയും രോഗികൾ വന്നിടക്കുമ്പോൾ ഒരൊറ്റ ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അവിടെ ചികിത്സിക്കാൻ. ഈ ക്യൂ ഏകദേശം ഇതുവരെ ഉണ്ടായിരുന്നു, ഡോക്ടറിൻ്റെ റൂമോട്ട് ഇതുവരെ. അപ്പോൾ ഇവിടെ നിർത്തിയിരുന്നു രോഗിയെ. എന്നിട്ട് ഒരുവിധം ബഹളം ഉണ്ടാക്കിയാണ് നെഞ്ചുവേനായിട്ട് അകത്ത് കൊണ്ടുപോയത്. അതും അപ്പോഴത്തേക്കും കുറച്ച് വൈകിയിരുന്നു, ആൾറെഡി ചികിത്സ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ECGക്ക് ഡോക്ടറിനെ റെഫർ ചെയ്തു. ചെന്ന് പുള്ളിക്കാരനെ ഡോക്ടറൊന്നും കൂടെ വന്നില്ല. അപ്പം പുള്ളിക്കാരൻ തന്നെ ഒറ്റയ്ക്ക് പിടിച്ചെടുത്തി അവിടെ ടേബിളിൽ കൊണ്ടിരുത്തി. എന്നിട്ട് നേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ECGയുടെ സ്ലിപ്പെല്ലാം മേടിച്ചുകൊണ്ട് വരണം, എന്നല്ലേ ECG ചെയ്ത് തുടങ്ങുന്നു. അപ്പം പുള്ളിക്കാരൻ അവിടെ ഇരുത്തിയിട്ട് തിരിച്ചു വന്ന് സ്ലിപ്പെല്ലാം മേടിച്ചിട്ട് ഇവർ ഗ്യാസിൻ്റെ ഗുളിക കൊടുത്തതെന്തോന്ന് പറയുന്നത്. പുള്ളി സാധാ വെറും ഗുളിക എഴുതി കൊടുത്തു. അവിടെ ഇരുന്ന് തന്നെ പുള്ളി കുഴഞ്ഞു വീണു. ഇരുന്നാണ് മരിച്ചത്. കിടത്തി ചികിത്സ പോലും ചെയ്തില്ല. അപ്പോൾ ഒരു നെഞ്ചുവേനായിട്ടൊരു വരുന്ന ആൾക്ക് പ്രാഥമികമായിട്ടൊരു ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും കൊടുക്കണം, അതുപോലും ചെയ്തിട്ടില്ല. അതാണ് അവിടെയുള്ള ആളുകൾ പറയുന്ന അവരുടെ പരാതി എന്ന് പറയുന്ന, ആരോപണം എന്ന് പറയുന്നത് അതാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അമൽ, ഇപ്പോൾ ഈ സംഘർഷം അതായത് മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തുന്നു. പോലീസിനോടൊക്കെ കയർക്കുന്ന പ്രവർത്തകരെ കാണാം. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കേണ്ടി വരും. ബന്ധുക്കൾ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിനാൽ തന്നെ വളരെ ഗൗരവമുള്ള വിഷയമായി ആശുപത്രിയും ഇതിനെ കാണുകയാണ്. ചികിത്സാ പിഴവാണോ അതോ ചികിത്സ വൈകലാണോ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. ഈ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ OP ടിക്കറ്റ് എടുക്കാൻ എത്തുമ്പോൾ എത്രത്തോളം സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം CCTV അടക്കം പരിശോധിച്ചാൽ വ്യക്തമാകും എന്നുള്ള കാര്യമാണ് സൂപ്രണ്ട് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നടപടി എന്നൊരു കാര്യം കൂടി ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകുന്നു സൂപ്രണ്ട്. ഇപ്പോൾ ആശുപത്രിയുടെ മുന്നിലുണ്ടായിരുന്ന DYFI, യുവമോർച്ച, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളായ ആളുകളെ വീട്ടിലേക്കും ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയുടെ ആശുപത്രി കോമ്പൗണ്ട് ശാന്തമാണ് എന്ന് പറയാം. പക്ഷേ ആശുപത്രിക്ക് പുറത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന എത്രയും ആളുകളില്ല, കുറേ അധികം പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും കുറച്ച് DYFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ അവിടെ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. എന്തായാലും നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരോടും സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടേക്ക് എത്തിയ സമയത്ത് ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. പക്ഷേ രേഖകൾ പരിശോധിക്കുമ്പോൾ ചികിത്സ ഈ OP ടിക്കറ്റ് എടുത്തതിന് ശേഷം ചികിത്സ വൈകുന്നതിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും ആശുപത്രിയിൽ കാര്യങ്ങൾ ശാന്തമാണ് എന്ന് പറയാം. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ എന്തായാലും ശാന്തമായിരിക്കുന്നു ആശുപത്രിയിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ചികിത്സാ പിഴവ് സംഭവിച്ചു, ചികിത്സ നൽകിയില്ല, പിഴവുണ്ടായി എന്നുള്ളതല്ല, ചികിത്സ നൽകിയില്ല, ചികിത്സ നൽകാൻ വൈകി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ക്യൂവിൽ നിൽക്കുകയായിരുന്നു, നെഞ്ചുവേദനയായിട്ടും ക്യൂവിൽ തന്നെ തുടരാൻ പറഞ്ഞു. അതിനുള്ളിൽ കുഴഞ്ഞു വീണാണ് രാജേഷ് കുമാറിന്റെ മരണം സംഭവിച്ചത്.